ഹലോ ഗായ്സ്, ഞാൻ രാമേശ്വരത്തെ മറ്റൊരു കഥ പറയാൻ പോവുകയാണ്. ഞാനിപ്പോൾ പോകുന്നത് ധനുഷ്കോടിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയുള്ള കോദണ്ഡരാമർ ക്ഷേത്രത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്ര പ്രസിദ്ധമായത്? രാമരാവണ യുദ്ധത്തിന് ശേഷം ഇവിടെ വെച്ചായിരുന്നു അത്രേ വിഭീഷണനെ പട്ടാഭിഷേകം ചെയ്തത്. ഈ ക്ഷേത്രം ബംഗാൾ ഉൾക്കടലിന് തീരത്താണ്. മാത്രമല്ല ധനുഷ്കോടിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഇനി നമ്മൾ ധനുഷ്കോടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാമേശ്വരത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷ റെൻറ്റിനെടുത്താണ് യാത്ര ചെയ്യുന്നത്. 2000 രൂപ പറഞ്ഞു. 1600 രൂപയിൽ ഓക്കെ ആക്കി. മാത്രമല്ല ഈ ഡ്രൈവർ അത്യാവശ്യം ചരിത്രബോധമുള്ള മനുഷ്യനാണ്. അദ്ദേഹം നമുക്ക് ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി തരുന്നുമുണ്ട്. ഇവിടെ നിന്ന് ധനുഷ്കോടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ധനുഷ്കോടിയെപ്പറ്റി. തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരത്ത് ഏകദേശം തെക്കോട്ട് മാറി മാന്നാർ ഉൾക്കടലിലേക്ക് നീണ്ടു കിടക്കുന്ന രാമേശ്വരം ദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് ഈ ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. ഇതിന് കിഴക്ക് ഭാഗത്ത് സമുദ്രം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് ധനുഷ്കോടി. ഇവിടെ നിന്ന് രാമേശ്വരം പട്ടണത്തിലേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിക്കുന്നത് പാമ്പൻ പാലമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഈ ചെറിയ തുറമുഖം. ഇപ്പോൾ ധനുഷ്കോടിയെ ഒരു പ്രേത നഗരം എന്നാണ് അറിയപ്പെടുന്നത്. 1964 ഡിസംബർ 22 മുതൽ 25 വരെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ ഒരു വലിയ മണൽത്തിട്ട പോലെ കിടക്കുന്ന ധനുഷ്കോടി പ്രദേശമാകെ തകർന്നടിഞ്ഞിരുന്നു. ഡിസംബർ 22-നുണ്ടായ ചുഴലിക്കാറ്റിൽ കണക്ക് കൂട്ടിയത് പ്രകാരം പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം 1800 പേർ മരണമടയുകയും സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ 115 യാത്രക്കാർ ഉൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ പണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്ന സ്ഥലത്താണ് എത്തിയത്. ആ ഭയങ്കര ദുരന്തത്തിൽ അവശേഷിക്കുന്ന ഒന്നാണ് ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ചില ഭാഗങ്ങളും തൊട്ട് അതിൻ്റെ പുറകിലായി വാട്ടർ ടാങ്കിൻ്റെ അവശിഷ്ടങ്ങളും. നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ അവിടെ നിർത്തി വിശാലമായ പലതും കാണിച്ചു തരാം. ഇപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്ത് ചൂണ്ടിക്കാണിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അവിടെ ആയിരുന്നു അത്രേ ഒരു വലിയ വിഭാഗം ഭൂമി കടലിനുള്ളിലേക്ക് മറഞ്ഞു പോയത്. ഈ അപകടത്തിന് മുമ്പ് ധനുഷ്കോടിയിലെ ഈ പട്ടണം അതിമനോഹരമായ വളരെ സമ്പന്നമായ പട്ടണമായിരുന്നത്രേ. നിറയെ സ്കൂളുകളും പള്ളികളും പോസ്റ്റ് ഓഫീസും എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ മനോഹരമായ പട്ടണമായിരുന്നത്രേ ഇത്. ഡിസംബർ 22 ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഈ പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൗൺ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിരുന്നാലും 2004 ഡിസംബറിലെ സുനാമിയുടെ കാലത്ത് ധനുഷ്കോടിയുടെ
തീരത്ത് കടൽ 500 മീറ്ററോളം, അതായത് 1600 അടി പിൻവലിയുകയും സമുദ്രത്തിലുണ്ടായ പഴയ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ ഏതാനും സമയത്തേക്ക് വെളിവാകുകയും ചെയ്തിരുന്നത്രേ. ഇപ്പോൾ ഇവിടം ഉപേക്ഷിച്ച ചിലരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം അവർക്ക് ഇത് ഒരു ഉപജീവന മാർഗമാണ്. കാരണം ഇവിടെ വളരെ വലിയ മത്സ്യസമ്പത്ത് ഉണ്ട്. ജനങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എങ്കിലും അവർ മറ്റ് ഇടത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തെങ്കിലും അവരുടെ സ്വന്തപ്പെട്ടവർ ഒക്കെ ഉള്ള ഭൂമിയാണല്ലോ ഇത്. അതുകൊണ്ടൊക്കെയാണ് അവർ തിരിച്ചു വന്നതും അവരിവിടെ ചെറിയ കുടിലുകൾ കെട്ടി താമസിക്കുന്നതും. അവരുടെ വേദനകൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ബന്ധുക്കളും മക്കളും ഒക്കെയാണ് നഷ്ടപ്പെട്ടത്. ഈ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ തോന്നും. ഇപ്പോഴും ഈ സ്ഥലത്ത് ഉള്ള കിണറുകളിൽ നല്ല വെള്ളം കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിച്ചു പോകാൻ ഈ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാം. സാധാരണ കടലിനോട് അടുത്തുള്ള കിണറുകളിൽ ഉപ്പുവെള്ളമാണല്ലോ. പക്ഷേ ഇവിടെ ഈ വെള്ളം രുചിച്ച് നോക്കിയവർ പറയുന്നു ഇവിടുത്തെ വെള്ളത്തിന് ഉപ്പ് രസമൊന്നുമില്ല. പിന്നെ ഇതിനോട് അനുബന്ധിച്ച് കഥയുണ്ട്. ശ്രീരാമൻ സീതയ്ക്ക് വേണ്ടി ദാഹിച്ചപ്പോൾ ഒരു കിണർ ഉണ്ടാക്കിയെന്നും അതിൽ എപ്പോഴും നല്ല വെള്ളമാണെന്നും ഒക്കെയാണ് വിശ്വാസം. പക്ഷെ ഒരു കിണറിൽ മാത്രമല്ല, മറ്റുള്ള കിണറുകളിലും ഇതുപോലെ നല്ല ജലം കിട്ടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ ചൂടിൽ ഈ ഭൂമിയും പഴുത്ത് പൊള്ളുകയാണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇങ്ങനെ മങ്ങിയിരിക്കുന്നത്. വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ശക്തമായ കാറ്റും ആ കാറ്റിൽ നമ്മളറിയാതെ എന്തൊക്കെയോ രോദനങ്ങളും കരച്ചിലും ഒക്കെ കേൾക്കുന്നത് പോലെ. മരിച്ച അവരുടെ രോദനങ്ങളാണോ? ഇതാ ഈ സ്ഥലമാണ്. ഇവിടെയാണ് തീവണ്ടിയും മറ്റുള്ള പ്രദേശങ്ങളൊക്കെ മണ്ണിനടിയിലായ സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലം നമുക്ക് പ്രത്യേകം ഡ്രൈവർ കാണിച്ചു തരികയുണ്ടായി. ഈ പ്രേതനഗരം കടന്നു പോകുമ്പോൾ നമ്മളിലും അജ്ഞാതമായ അസ്വസ്ഥതകൾ പടരുന്നതായി തോന്നും. ഇവിടെ കറണ്ടില്ല, നല്ല വെള്ളമില്ല. എന്നിട്ടും ആളുകൾ ഇവിടെ വന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. രാത്രിയൊക്കെ വെളിച്ചമില്ലാതെ ഇവരെങ്ങനെയാണോ കഴിഞ്ഞുകൂടുന്നത്? ഈ ധനുഷ്കോടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും. ഇന്ത്യൻ മഹാസമുദ്രവും എപ്പോഴും തിരമാലകളും ആയി എപ്പോഴും ഇങ്ങനെ ചാടി കളിക്കുന്നത് കാണാം. എന്നാൽ ബംഗാൾ ഉൾക്കടലിന് വേറൊരു പേരുണ്ട്, ശാന്തസമുദ്രം. ആ പേര് പോലെ തന്നെ വളരെ ശാന്തമായ കടലാണ്. തിരമാലകളൊന്നുമില്ലാതെ വളരെ ശാന്തമായി കിടക്കുന്ന കടൽ. ഈ ധനുഷ്കോടിയുടെ ഏറ്റവും അറ്റത്തുള്ള മുനമ്പിലെത്തുമ്പോൾ നമുക്ക് രണ്ട് കടലും ചേരുന്ന ഒരു സ്ഥലം കാണാം. പക്ഷേ ഒരു കടൽ മറ്റൊരു കടലിലേക്ക് ലയിക്കുന്നില്ല. രണ്ട് കടലും ഒരുമിച്ച് നിൽക്കുമ്പോഴും രണ്ട് കടലിൻ്റേതായ സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഒരു ഭാഗത്ത് തിരമാലകൾ ഉള്ള അറബിക്കടലും മറ്റേ ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും. അത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്.
പണ്ട് കാലത്ത് ഈ ധനുഷ്കോടി, രാമേശ്വരം, പാമ്പൻ പാലം ഇതെല്ലാം ഒരു പുണ്യ സ്ഥലമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. രാമായണത്തിലെ പ്രധാന ഭാഗങ്ങളൊക്കെ നടന്നത് ഈ ധനുഷ്കോടിയുടെ ഭാഗത്താണ്. സീതയെ രാവണൻ കട്ടുകൊണ്ടുവന്നതും എല്ലാം ഇവിടെ വെച്ചാണ്. ധനുഷ്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം ധനുസിൻ്റെ അറ്റം എന്നാണ്. രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്നാണ് രാമായണ സൂചന നൽകുന്നത്. ഹിന്ദു പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തൻ്റെ ധനുസ്സുകൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റമായിരുന്നു എന്നാണ് ഐതിഹ്യം. യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അപേക്ഷപ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിൻ്റെ ഒരു അറ്റം ശ്രീരാമൻ തൻ്റെ ധനുസിൻ്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ലങ്കയിൽ നിന്ന് രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. പൗരാണിക കാലത്ത് ബംഗാൾ ഉൾക്കടലും ഹിന്ദു മഹാസമുദ്രവും സംഗമിക്കുന്ന രാമസേതുവിലെ പുണ്യസ്നാനം രാമേശ്വര തീർത്ഥാടനത്തിൻ്റെ മുന്നോടിയാണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഈ അരിച്ചാൽ മുനമ്പിലാണ്. ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. ദൂരെയായി ശ്രീലങ്കൻ അതിർത്തി സൂക്ഷിക്കുന്ന നേവൽ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം. ഈ സ്ഥലത്ത് ചിലപ്പോൾ ശ്രീലങ്കയുടെ നെറ്റ്വർക്ക് കിട്ടും എന്ന് പറയപ്പെടുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നെറ്റൊന്നും കിട്ടില്ല, നമ്മുടെ ഭാരതത്തിൻ്റെ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഭാരതത്തിൻ്റെ ഏറ്റവും അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ഭൂഖണ്ഡവും. ഇങ്ങനെയുള്ള സ്ഥലം നമുക്കൊരിക്കലും കാണാൻ സാധിക്കുകയില്ല. അതായത് ശ്രീലങ്ക എന്ന മറ്റൊരു ഭൂഖണ്ഡത്തിൻ്റെ വളരെ അടുത്ത് 18 കിലോമീറ്ററോളം മാത്രം വ്യത്യാസമുള്ള ഇവിടെ നമ്മൾ എത്തിച്ചേരുകയാണ്. ധനുഷ്കോടിയുടെ ഏറ്റവും വീതിയുള്ള ഭാഗമാണിത്. ആളുകളൊക്കെ കടൽ തീരത്ത് നിന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ കടലിൽ നിന്ന് കിട്ടുന്ന കക്കകളും ശംഖുകളും ഒക്കെയാണ് ഇവിടെ ഇരുന്ന് വിൽക്കുന്നത്. NH49 രാമേശ്വരം അരിച്ചാൽ മുനം റോഡ് 2017 നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല ഇവിടെ ഒരു സ്തൂപവും നിർമ്മിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഇപ്പോൾ അതിൻ്റെ സ്തൂപത്തിൻ്റെ മുകളിൽ കയറി നിന്നും ഈ കടൽ സൈഡിൽ ഇട്ടിരിക്കുന്ന കല്ലിന് മുകളിൽ കയറി നിന്നും ഫോട്ടോ എടുക്കുകയാണ്. കൂട്ടത്തിൽ സൂക്ഷ്മദർശിനിയുമായി ഒരാളെ കണ്ടു. നമ്മൾ 50 രൂപ കൊടുത്താൽ സൂക്ഷ്മദർശിനിയിലൂടെ നമുക്ക് ശ്രീലങ്കയെ കാണാം. ഹിന്ദു മഹാസമുദ്രത്തിലെ തിരകളാണ് ഇവ. കാറ്റടിക്കുമ്പോൾ അവ കരയിലേക്ക് ഓടി വരുന്നത് പോലെ തോന്നും. ഈ ഭാഗത്ത് മാത്രമാണ് ഹിന്ദു മഹാസമുദ്രം. മറ്റേ ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ്. അത് വേഗം നമുക്ക് മനസ്സിലാവും. ബംഗാൾ ഉൾക്കടൽ ശാന്തസമുദ്രം എന്ന് പറയുന്നത് പോലെ തിരകളൊന്നുമില്ല, വളരെ ശാന്തമായിട്ടാണ്. ഇത് കണ്ടോ, ഈ രണ്ട് കടലും രണ്ട് കൂടിച്ചേരുന്ന ഒരു കാഴ്ചയാണ്. വേറൊരു നീല കളറും ഈ നീല കളറും വ്യത്യസ്തമായി തന്നെ അവിടെ നിൽക്കുന്നത് കാണാം. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് മടങ്ങി. ധനുഷ്കോടി ഒക്കെ കണ്ടു, ധനുഷ്കോടിയിലെ കഥകൾ കേട്ടു. നമ്മൾ തിരിച്ച് വരികയാണ്.
അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, നേരത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായ ആ സ്ഥലത്ത് വണ്ടി നിർത്തിത്തരാം, നിങ്ങൾ അവിടെ പോയി അടുത്ത് തന്നെ കണ്ടോളൂ എന്ന്. അവിടെ ഒരുപാട് സന്ദർശകരുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എന്നൊരു ബോർഡുമുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് വാട്ടർ ടാങ്കിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. ഈ അവശിഷ്ടങ്ങൾ കാലം നമ്മളോട് പറയാൻ വെച്ച കഥകളായിരിക്കാം. അങ്ങനെ അവിടെ നിന്ന് ശരിക്കും ധനുഷ്കോടി കണ്ടു വരുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖം തോന്നാം. കാരണം പൗരാണിക കഥകൾ കൊണ്ട് സമ്പന്നമായതും ഒരു മനോഹരവുമായ ഒരു ടൗൺ എങ്ങനെ പ്രേതനഗരമായി പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയും ചെയ്യും. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോവും, എന്നെങ്കിലും ഈ പട്ടണം പഴയതുപോലെ സമ്പന്നമായ ഒരു പട്ടണം ആയിത്തീർന്നെങ്കിൽ എന്ന്. ഫ്രണ്ട്സ്, ഇനി പാമ്പൻ പാലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായി ഞാൻ ഉടനെ വരും.